ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1997 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസും റിലീസ് സെന്ററിൽ പ്രദർശിപ്പിച്ച ദിവസങ്ങളും തിരുവനന്തപുരത്തെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ്. 97 സുരേഷ് ഗോപി ആകെ 11 ചിത്രങ്ങളായിരുന്നു അഭിനയിച്ചിരുന്നത്. ഇതിൽ ഗുരുവിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ, കുലത്തിൽ ഗസ്റ്റ് റോളിലായിരുന്നു സുരേഷ് ഗോപി എത്തിയിരുന്നത്. ഈ 2 ചിത്രങ്ങൾ മാറ്റി നിർത്തിയാൽ 9 ചിത്രങ്ങളിലാണ് സുരേഷ് ഗോപി നായകനായി എത്തിയത്. ഈ 9 ചിത്രങ്ങളുടെയും ബോക്സ് ഓഫീസ് പെർഫോമൻസ് എന്തായിരുന്നു എന്ന് നോക്കാം. 97 സുരേഷ് ഗോപിയുടേതായി പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 31 തിയേറ്ററുകളിലെത്തിയ ഭൂപതി. ജോഷിയുടെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിന് ഡെന്നിസ് ജോസഫ് ആയിരുന്നു തിരക്കഥാ സംഭാഷണം ഒരുക്കിയത്. ഭൂപതി 22 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. അധോലോകത്തിന്റെ പശ്ചാത്തലത്തിലൊരുങ്ങിയ ഈ ആക്ഷൻ റിവെഞ്ച് ഡ്രാമ ചിത്രത്തിൽ പ്രിയാരാമനും കനകയുമായിരുന്നു നായികമാർ. അക്കാലത്ത് സുരേഷ് ഗോപിയുടെ സ്ഥിരം ആക്ഷൻ കാറ്റഗറിയിലുള്ള ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വേണ്ട രീതിയിൽ സ്വീകരിക്കാതെ പോയ ഈ ചിത്രം സാമ്പത്തികമായി അതുകൊണ്ട് തന്നെ പരാജയമായിരുന്നു. എന്നിരുന്നാലും ഇനീഷ്യൽ കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിനായി. ഈ ചിത്രം 24 ദിവസം തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച് 13,25,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടി. തിലകൻ, മുരളി, ദേവൻ, രാജൻ പി ദേവ്, NF വർഗീസ് തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 97 സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 7 തിയേറ്ററുകളിലെത്തിയ ജനാധിപത്യം. കേമധുവിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രത്തിൽ 24 സെന്ററുകളിലാണ് റിലീസ് ചെയ്തത്. സുരേഷ് ഗോപി RD നായനാർ എന്ന പോലീസ് ഓഫീസറായും പിന്നീട് കേരള മുഖ്യമന്ത്രിയായും മാറുന്ന കഥാപാത്രമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ ജനാധിപത്യം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു വിജയമായിരുന്നു. ഈ ചിത്രം 59 ദിവസമാണ് റിലീസ് സെന്ററിൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 59 ദിവസം കൊണ്ട് 16,92,000 രൂപയാണ് ജനാധിപത്യം കളക്ട് ചെയ്തത്. AK സാജൻ, AK സന്തോഷ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ ഉർവശി, ബാലചന്ദ്ര മേനോൻ, സായി കുമാർ, വാണി വിശ്വനാഥ്, ദേവൻ, രാജൻ പേദോ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 97 സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 11 തിയേറ്ററുകളിലെത്തിയ ഗംഗോത്രി. അനിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഡൽഹിയുടെ പശ്ചാത്തലത്തിലെടുത്ത ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു. ഗംഗോത്രി 22 സെന്ററുകളായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. റോജ ആദ്യമായി സുരേഷ് ഗോപിയുടെ നായികാവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം ഷാൻജി പാണ്ഡവത്തായിരുന്നു നിർവഹിച്ചത്. സുരേഷ് ഗോപിയുടെ സ്ഥിരം ആക്ഷൻ റിവെഞ്ച് ടെംപ്ലേറ്റിൽ ഒരുക്കിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ സംതൃപ്തി നൽകിയില്ല. വിഷു സീസണിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് പോലും ബോക്സ് ഓഫീസിൽ പരാജയമായി മാറിയ ഒരു ചിത്രമായിരുന്നു ഗംഗോത്രി. ഈ ചിത്രം 28 ദിവസം തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച് 11,66,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. തിലകൻ, മുരളി, ദേവൻ, രസിക, രതീഷ്, ഹേമന്ത് രാവൺ, NF വർഗീസ് തുടങ്ങി നിരവധി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. 97 സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 25 തിയേറ്ററുകളിലെത്തിയ മാസ്മരം. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ ചിത്രം സുരേഷ് ഗോപിയുടെ മുൻ ചിത്രങ്ങളുടെ അതേ ആവർത്തന വിരസത ഉളവാക്കിയ ചിത്രമായിരുന്നു. മാസ്മരം 27 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. അണ്ടർവേൾഡ് ആക്ഷൻ റിവെഞ്ച് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രം തമ്പി കണ്ണന്താനവും സുരേഷ് ഗോപിയും ഒരുമിച്ചിട്ട് പോലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ജൂലിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തമ്പി കണ്ണന്താനം തന്നെ നിർമ്മിച്ച ഈ ചിത്രം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ പരാജയമായി മാറി. ഈ ചിത്രം തിരുവനന്തപുരത്ത് 24 ദിവസം പ്രദർശിപ്പിച്ച് 7,32,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടി. ഡോക്ടർ രാജേന്ദ്ര ബാബു തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ രാജൻ പി ദേവ്, കിറ്റി, മണിയൻ പിള്ള രാജു, സത്താർ, ഹേമന്ത് രാവൺ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. 97 സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 11 തിയേറ്ററുകളിലെത്തിയ അനുഭൂതി. IV ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം ഗ്രാമീണ പശ്ചാത്തലത്തിലിറങ്ങിയ ഒരു കുടുംബ ചിത്രമായിരുന്നു. അനുഭൂതി 16 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. ബാബു ജനാർദ്ദനൻ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ അനുഭൂതി തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മറ്റൊരു പരാജയ ചിത്രമായി മാറി അനുഭൂതി. ഈ ചിത്രം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് 51 ദിവസം കൊണ്ട് 10,68,000 രൂപയാണ് അനുഭൂതി ഗ്രോസ് കളക്ഷൻ നേടിയത്. ഖുശ്ബു, വാണി വിശ്വനാഥ്, കാവേരി തുടങ്ങിയവർ നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ ജഗതി, ജഗദീഷ്, മാമുക്കോയ, NF വർഗീസ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു.
97-ലെ സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു സെപ്റ്റംബർ 14-ാം തീയതി ഓണ ദിവസം തിയേറ്ററുകളിലെത്തിയ കളിയാട്ടം. സുരേഷ് ഗോപിക്ക് 97-ലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഈ ചിത്രം ജയരാജായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കളിയാട്ടം 14 സെൻറ്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. മഞ്ജു വാര്യർ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ലാലും അതിഗംഭീരമായ അഭിനയം കാഴ്ചവെച്ചിരുന്നു. ഷേക്സ്പിയറിൻ്റെ ഒതല്ലോ എന്ന നാടകത്തെ അടിസ്ഥാനമാക്കിയെടുത്ത ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ബൽറാം മട്ടന്നൂരായിരുന്നു നിർവഹിച്ചിരുന്നത്. ന്യൂ ജനറേഷൻ സിനിമ നിർമ്മിച്ച കളിയാട്ടം മികച്ച ചിത്രമെന്ന അഭിപ്രായം നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് അർഹിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. ഈ ചിത്രം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. 58 ദിവസം തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച ഈ ചിത്രം 9,16,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. കൈതപ്രത്തിൻ്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ ഒരു പിടി മനോഹര ഗാനങ്ങൾ 97-ൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. 97-ലെ സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു തൻ്റെ കരിയറിലെ തന്നെ നാഴികക്കല്ലായി മാറിയ ലേലം. ഒക്ടോബർ 18-ന് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ജോഷിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ലേലം 22 സെൻറ്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. രഞ്ജി പണിക്കർ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം കമ്മീഷണർ എന്ന ചിത്രത്തിന് ശേഷം സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ്. സുരേഷ് ഗോപി ആനക്കാട്ടിൽ ചാക്കോച്ചിയായി ഗംഭീരമായ അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം എല്ലാവിധ പ്രേക്ഷകരുടെയും പിന്തുണയോടെ വമ്പൻ വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. ലേലം 4 സെൻറ്ററുകളിലാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. ഇതിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും റെഗുലർ ഷോയിലായിരുന്നു ഈ ചിത്രം 100 ദിവസം പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 100 ദിവസം കൊണ്ട് ലേലം 37 ലക്ഷമാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. MG സോമൻ, സ്പടികൻ ജോർജ്, NF വർഗീസ്, കൊച്ചിൻ ഹനീഫ, സിദ്ദിഖ്, മണിയൻപിള്ള രാജു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം 7 Arts ആയിരുന്നു നിർമ്മിച്ചത്. 97-ലെ സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രമായിരുന്നു നവംബർ 14-ാം തീയതി തിയേറ്ററുകളിലെത്തിയ സുവർണ സിംഹാസനം. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം സുരേഷ് ഗോപിയുടെ വ്യത്യസ്തമായ കഥാപാത്രം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. സുവർണ സിംഹാസനം 13 സെൻറ്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. മുകേഷും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ രഞ്ജിതയായിരുന്നു നായിക. കലൂർ ഡെന്നിസ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ സുവർണ സിംഹാസനം എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായി മാറി. ഈ ചിത്രം തിരുവനന്തപുരത്ത് 17 ദിവസം പ്രദർശിപ്പിച്ച് വെറും 2,68,000 രൂപ മാത്രമായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയത്. ജഗദീഷ്, ജഗതി, നരേന്ദ്രപ്രസാദ്, അഞ്ജു അരവിന്ദ് തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 97-ൽ റിലീസ് ചെയ്ത സുരേഷ് ഗോപിയുടെ അവസാനത്തെ ചിത്രമായിരുന്നു നവംബർ 28-ന് തിയേറ്ററുകളിലെത്തിയ ഭാരതീയം. സുരേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു. ഭാരതീയം 13 സെൻറ്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. ദേശസ്നേഹം, തീവ്രവാദം തുടങ്ങിയ വിഷയങ്ങൾ കോർത്തിണക്കിയ ഈ ചിത്രം പ്രേക്ഷകർക്ക് യാതൊരുവിധ സംതൃപ്തിയും നൽകിയില്ല. അതുകൊണ്ട് തന്നെ മധുപാൽ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഭാരതീയം ഒരു പരാജയ ചിത്രമായി മാറി. ഈ ചിത്രം തിരുവനന്തപുരത്ത് 32 ദിവസം പ്രദർശിപ്പിച്ച് 6,12,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടി. സുഹാസിനി, കലാഭവൻ മണി, അനുഷ, മധുപാൽ, മണിയൻപിള്ള രാജു, സിദ്ദിഖ് തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം സുരേഷ് ഗോപി ചിത്രമായിരുന്നിട്ട് കൂടി നല്ലൊരു ഇനീഷ്യൽ നേടാൻ പോലും കഴിഞ്ഞില്ല. 97-ലെ സുരേഷ് ഗോപിയുടെ ടോപ്പ് 5 കളക്ഷൻ എടുത്ത് നോക്കിയാൽ നമ്പർ 1 37 ലക്ഷം കരസ്ഥമാക്കിയ ലേലം, നമ്പർ 2 16,92,000 രൂപ കളക്ട് ചെയ്ത ജനാധിപത്യം, നമ്പർ 3 13,25,000 രൂപ കളക്ട് ചെയ്ത ഭൂപതി, നമ്പർ 4 11,66,000 രൂപ കളക്ട് ചെയ്ത ഗംഗോത്രി, നമ്പർ 5 10,68,000 രൂപ കളക്ട് ചെയ്ത അനുഭൂതി. ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ 100 ദിവസം പ്രദർശിപ്പിച്ച ലേലമാണ് നമ്പർ 1, 59 ദിവസം പ്രദർശിപ്പിച്ച ജനാധിപത്യം നമ്പർ 2, 58 ദിവസം പ്രദർശിപ്പിച്ച കളിയാട്ടം നമ്പർ 3യും 51 ദിവസം പ്രദർശിപ്പിച്ച അനുഭൂതി നമ്പർ 4ഉം ആണ്. ഇത്രയുമാണ് 97-ലെ സുരേഷ് ഗോപി ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിന്റെ വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.